ഇന്നലെ ഏട്ടൻ എപ്പോഴാ എത്തിയേ? ഇന്നലെ രാത്രി ഒരു 10-10 പ്രതീക്ഷ സമയത്തൊന്നും എത്താൻ പറ്റില്ല. നല്ല മഴയല്ലേ, അതും പോരതിന് വരുന്ന വഴിക്ക് ഇഷ്ടംപോലെ ബ്ലോക്ക്. അല്ല, അളിനെന്താ പരിപാടി? സുഖാണോ? കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കണു. ഇപ്പൊ പിന്നെ കടയിലേ പഴയ പോലെ കച്ചവടമൊന്നുമില്ല. അതുകൊണ്ട് അവിടുന്ന് മാറ്റണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അപ്പുറത്തേക്കായിട്ട് റോഡ് സൈഡ് ഒരു കുറച്ച് സ്ഥലം കിട്ടിയിട്ടുണ്ട്, അത് വാങ്ങിയിട്ടിട്ടുണ്ട്. ഇത് പിന്നെ ഉള്ളോട്ടാണല്ലോ, പിന്നെ പതുക്കെ പതുക്കെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാ. അവിടെ ആകുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചം ഉണ്ടാവും. ഇതായത് ശ്രുതിയോ? ഏട്ടനെ കാണാൻ വേണ്ടി ഓടി എത്തിയോ? നിങ്ങളെല്ലാവരും എത്തിന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. രാവിലെ തന്നെ പിള്ളേരെയൊക്കെ സ്കൂളിലേക്ക് അയച്ചിട്ടേ അങ്ങനെ ഓടി വന്നതാ. നന്നായിട്ട് ക്ഷീണിച്ചു പോയല്ലോ. നന്നായിട്ട് ക്ഷീണിച്ചു പോയിട്ടുണ്ട്. ഏട്ടനും പറയാറുണ്ട്, ഒന്നാമത് ഇപ്പൊ സ്കൂളൊക്കെ തുറന്നതല്ലേ, അപ്പൊ പിന്നെ പിള്ളേരെ പുറകെയുള്ള ഓട്ടപ്പാച്ചില്ലായിരുന്നു. കുറച്ച് ദിവസം എടുക്കും ഇതൊക്കെ ഒന്ന് ശരിയാക്കാൻ. പിന്നെ ഏട്ടന്റെ ഷോപ്പിൽ ഇപ്പൊ ഞാനും പോയിരിക്കുന്നുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ടേ ഏട്ടൻ ലോഡൊക്കെ എടുക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം ആവും തിരിച്ചെത്താൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലെ പണികളും അങ്ങനെയൊക്കെ ആയിട്ട്. ചേച്ചിക്ക് സുഖാണോ? അയ്യോ, നമുക്കൊക്കെ എന്ത് സുഖം. നിങ്ങൾ നാട്ടിലുള്ളവർക്കല്ലേ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ നാട്ടിൽ വരുമ്പോ നിങ്ങളെയൊക്കെ കാണാൻ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴുള്ള ഒരു സന്തോഷം അത്ര തന്നെ ഉള്ളൂ. പിന്നെ അവനെന്ത് ചെയ്യുന്നു? കച്ചവടമൊക്കെ എന്താ കുറവുണ്ടോ? അവനെന്തോ പറയുന്ന പോലെ തോന്നി. കച്ചവടം പൊതുവെ ഈ ഒരു സീസൺ ആയി കഴിഞ്ഞാൽ കച്ചവടമൊക്കെ കുറവ് തന്നെയാണ്. പിന്നെ ഒന്നാമത് നമ്മുടെ കട ഒരുപാട് ഉള്ളോട്ടാ. അപ്പൊ നാട്ടുമ്പുറത്തുള്ള കുറച്ച് ആൾക്കാരെ വരലൊക്കെ ഉള്ളൂ. കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ് ഈ സമയം പൊതുവെ എല്ലാവർക്കും, നമുക്ക് മാത്രല്ല. കഷ്ടപ്പാടൊക്കെ എല്ലാവർക്കും ഉണ്ടടോ. ഓരോരുത്തരെ കണ്ടാ അത് മനസ്സിലാവൊന്നുമില്ല. അപ്പൊ നമ്മളെ കണ്ടാ നിങ്ങൾ വിചാരിക്കും നമ്മളൊക്കെ എന്തൊക്കെയോ ആയിട്ട് ഇവിടെ വന്ന് നിൽക്കാന്ന്. ഒന്നുമില്ല, ഈ കാണുന്നൊക്കെ ഉള്ളൂ. പിന്നെ നിങ്ങളൊക്കെയാണ് ഭാഗ്യവാന്മാര്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു പോകുമല്ലോ. ഇനിയിപ്പോ എന്തെങ്കിലും കഷ്ടപ്പാട് വന്നാലോ ആരോടെങ്കിലും ഒക്കെ ചെന്ന് പറയാനും ആൾക്കാരുണ്ട്, അത് കേട്ടറിഞ്ഞ് സഹായിക്കാനും ആൾക്കാരുണ്ട്. നമുക്കൊന്നും പോയിട്ട് ആരോടും പറയാൻ പറ്റില്ലല്ലോ, പറഞ്ഞാൽ തന്നെ ആരെങ്കിലും വിശ്വസിക്കോ? എന്തായാലും ഏട്ടൻ വന്നത് അറിഞ്ഞിട്ട് ഓടി വന്നല്ലോ. കാണിച്ചൊരു മനസ്സ് തന്നെ ഒരു വലിയ സംഭവമാണ്. അതെ, ഷെൽഫിന്റെ കീ കാണുന്നില്ല, ഒന്ന് എടുത്തു തരുമോ? ഞാൻ എടുത്തുതരാം. വാ കേറ്. വാ, നീ വാ, കേറിയിരിക്കെ. നീ ഏത് കീ കാണുന്നില്ലെന്ന് പറഞ്ഞേ? എല്ലാ കീ ആ ടേബിളിലുണ്ടല്ലോ. ഞാൻ അതിനൊന്നുമല്ല വിളിച്ചത്, ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ. നിങ്ങൾ ആദ്യം ഇവിടെ ഇരിക്കേ. എന്താ പറയ്? എന്താണ് ഏട്ടൻ വന്നു അറിഞ്ഞതറിയത്തി ഓടി വന്നിരിക്കുന്നത്? വലിയൊരു പരാതിപ്പെട്ടി തുറന്നു വെച്ചിട്ടുണ്ടല്ലോ. എന്തെങ്കിലും അങ്ങോട്ടേക്ക് വാങ്ങിക്കൊണ്ടുപോകാൻ വേണ്ടിട്ടാണോ? നീ നിന്റെ ആങ്ങളെ കാണാൻ പോകുന്നത് അവിടെ നല്ല കിട്ടുന്ന വിചാരിച്ചിട്ടാണോ? എന്റെ പെങ്ങളല്ലേ, അവളല്ലാണ്ട് വേറെ ആരെ കാണാൻ വരിക? നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമോ? അതിന് എന്റെ ആങ്ങളെ നിങ്ങളെ പോലെ അല്ല. അവന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും എനിക്ക് ഇതുവരെ തന്നിട്ടില്ല, ഇനി തരൂല്ല. അത് അവന്റെ ഭാര്യയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ അവിടെ പോയാലും അവർക്ക് ഒരു ടെൻഷനും ഇല്ല. പക്ഷെ അതുപോലെയല്ലോ നിങ്ങള്. പെങ്ങളെ കണ്ണുന്ന ഒരു തുള്ളി കണ്ണീര് വരുമ്പോഴത്തേക്ക് ഇവിടെ ഹൃദയം അങ്ങോട്ട് പൊട്ടില്ലേ? അങ്ങനെ പൊട്ടാൻ നിൽക്കുമ്പോഴേ ഇഷ്ടംപോലെ കയ്യിലുള്ളത് എടുത്തു കൊടുക്കരുത്. നമുക്ക് പിഞ്ചു മക്കളാണ് ഉള്ളത്. അവരെ ഭാവിക്ക് വേണ്ടി മാറ്റിവെച്ച സാധനങ്ങളെ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാ. എടി, എന്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലോ എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് അവൾക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ നിറയെ സ്നേഹം മാത്രമേ ഉള്ളൂ. ആ സ്നേഹത്തിന്റെ വില അവൾക്ക് അറിയുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് ഓടി വരുന്നത്. നീയും നിന്റെ ആങ്ങളെയും തമ്മിലൊരു ബന്ധമുണ്ടല്ലോ, അതുപോലത്തെ ഒരു ബന്ധമല്ല ഞാനും എന്റെ പെങ്ങളും തമ്മിലുള്ളത്. അത് നീ ആദ്യം മനസ്സിലാക്ക്. എത്ര വലിയ ആങ്ങളെ പെങ്ങള് ബന്ധമാണെങ്കിലും അതൊക്കെ കല്യാണം കഴിയുന്നത് വരെയേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരെ വഴിയാ. അല്ലാതെ ആങ്ങളെ നന്നാവട്ടെ എന്ന് പെങ്ങളോ അല്ലെങ്കിൽ പെങ്ങള് നന്നാവട്ടെ എന്ന് ആങ്ങളും ചിന്തിക്കൊന്നുമില്ല. എല്ലാവരും അവരവരെ കാര്യത്തിൽ സ്വാർത്ഥരായിരിക്കും. അതിന്റെ ഇടയ്ക്ക് ഈ പഴയ സ്നേഹവും പറഞ്ഞിട്ടില്ലേ, കല്യാണത്തിന് മുമ്പുള്ള സ്നേഹം, അതും ആലോചിച്ച് നിങ്ങൾ പെട്ടുപോകരുത്. നിങ്ങളെ ആരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഇടവരരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. വാരിക്കോരി കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമല്ലേ. അതിന് നീ കണ്ടോ അവൾ എന്നോടൊന്ന് പൈസ വയ്ക്കുന്നത്? അതിന് വന്ന് കയറിയല്ലോ. ചോദിക്കാനുള്ള സാഹചര്യം അവളിപ്പോ ഉണ്ടാക്കി എടുക്കും. എനിക്ക് ഒരാളെയും വിശ്വാസമില്ല. ഇനി എത്ര വലിയ സ്നേഹമുള്ള പെങ്ങളെന്ന് പറഞ്ഞാലും പൈസ കാണാണ്ട് ഒരാളെയും സ്നേഹിക്കില്ല. നീ തൽക്കാലം നിന്റെ കാര്യം നോക്ക്. അവളെ കുറിച്ച് ആലോചിച്ച് തലമുണ്ടാക്കുന്ന കണ്ട. അവളെന്താന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരുത്തി എഴുന്നള്ളിന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വരണ്ടില്ലായിരുന്നു അങ്ങോട്ടേ.
ഇന്നേ നമ്മൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാം അല്ലേ മോളെ? അവന് വലിയ ഇഷ്ടം ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണി ഒന്നും അവിടെ കിട്ടില്ല എന്നാ പറയുന്നത്. അല്ലല്ലേ ഏട്ടന് പണ്ടേ ഇഷ്ടമല്ല അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി. ചോറിന്റെ പണിയൊക്കെ അമ്മ നോക്കിയോ, ചിക്കന്റെ കാര്യമെല്ലാം ഞാൻ ചെയ്തോളാം. അന്ന് ആയിക്കോട്ടെ. പിന്നെ ഇത് നോക്കും മോളെ, ഈ വളയേ ഇത് അവര് വരുമ്പോ കൊണ്ടുവന്നതാ. മോള് രാവിലെ ഇങ്ങോട്ട് തന്നതാ, അമ്മ ഇട്ടോളാൻ പറഞ്ഞിട്ട്. രസമുണ്ടാ? ഏടത്തിന് കൊണ്ടിട്ട് എന്താ, നല്ല ഭംഗിയുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും അമ്മയ്ക്ക് ഇതുപോലൊരു വളം വാങ്ങി തരണമെന്ന്. പക്ഷെ പറ്റണ്ടേ, ഇതിപ്പോ സ്ഥലം വാങ്ങിയില്ലേ, എന്റെ വളം മുഴുവൻ വിറ്റിട്ടാണ് അതൊക്കെ ചെയ്തത്. എല്ലാ സ്വർണ്ണം വിറ്റു അതിന് വേണ്ടിയിട്ട്. എന്തെങ്കിലും പറ്റട്ടമ്മ, ഞാനും വാങ്ങി തരും ഇതുപോലൊരു വളം. അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ, നീ തൽക്കാലം വാങ്ങിച്ചത് എനിക്ക് ആവശ്യത്തിനുണ്ടല്ലോ. അമ്മേനെ മണിയടിച്ചുകൊണ്ടിരിക്കല്ലേ? മണിയടിക്കേ? കുറച്ചു നാളായിട്ടുള്ള ഏട്ടന്റെ ആഗ്രഹ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വളം വാങ്ങിക്കൊടുക്കണം എന്നുള്ളത്. അത് അടിച്ചെടുക്കാനുള്ള പ്ലാനാ. ഏടത്തിമ്മ എന്തൊക്കെയും പറയുന്നത്. അങ്ങനെയുള്ള ഒരു പെങ്ങളൊന്നും അല്ല ഞാൻ. ഇപ്പൊ ഞാൻ ഓടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഏട്ടനോടുള്ള സ്നേഹം കൊണ്ടാ, അല്ലാണ്ട് ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊന്നും അല്ല. പിന്നെ ഏട്ടൻ അമ്മയ്ക്ക് ഓരോന്നും ചെയ്തു കൊടുക്കുന്ന പോലെ എനിക്കും ചെയ്തു കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. അതൊക്കെ പെൺപിള്ളേര് പറയാൻ വേണ്ടി പറയുന്നതല്ലേ. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആങ്ങളെ പറയുന്ന കിട്ടാവുന്ന അത്ര ഊറ്റിയെടുക്കും. പിന്നെ എന്ത് വീട്ടിൽ കൊടുക്കുന്നത്? അതിനുശേഷം അവരെ കൊണ്ട് കുടുംബത്തിലേക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. അച്ഛനും ഒന്നും കൊടുക്കില്ല, അമ്മയ്ക്കും കൊടുക്കില്ല, പിന്നെയല്ലേ ആങ്ങളൊക്കെ. എന്നിട്ട് അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നോ? ഞാനങ്ങനെ പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതല്ല. എല്ലാം എനിക്ക് ചെയ്തു കൊടുക്കണമെന്നുണ്ട്. പക്ഷെ അതിനുള്ളൊരു സാഹചര്യം അല്ല ഇപ്പൊ എന്റേത്. അങ്ങനെ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തിനേറെ പറയുന്നത്. ഇവിടെ അച്ഛനും അമ്മയും അവരെ സാഹചര്യങ്ങൾ നോക്കി നിന്നാണെങ്കിൽ ഇയാള് കല്യാണം കഴിഞ്ഞ് പോകുകയാണ്. ഇയാള് മാത്രല്ല, പല കുടുംബങ്ങളിലും പല പെങ്ങന്മാരും വീട്ടിലിരുന്നേനെ. ഒരുപാട് കുടുംബങ്ങളിലെ പെങ്ങന്മാരെ കെട്ടിച്ചിടുന്ന ആങ്ങളമാരാ. അവരെ കഷ്ടപ്പാടൊക്കെ ആരറിയാണ്? കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലോ എന്നിട്ട് തീരുന്നുണ്ടോ? പിന്നെയും വരില്ലേ, എനിക്ക് അത് വേണം ഇത് വേണം, പ്രസവം ആന ജനാന്നൊക്കെ പറഞ്ഞിട്ട്. എന്ന് വെച്ചാല് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഏതെങ്കിലും ഒരു ആങ്ങള നല്ലപോലെ പണിയെടുക്കാൻ എന്തെങ്കിലും അവൻ ഇങ്ങനെ ഊച്ചിക്കൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇയാളെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ പൊതുവെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ. നടക്കട്ടെ നിങ്ങളുടെ സംസാരം. മോള് വിഷമിക്കണ്ട കേട്ടോ. എന്തെങ്കിലും മനസ്സിൽ ഞങ്ങൾ തുറന്ന് പറയും. ആള് പാവോ. മോൾ ആദ്യം പോയി ഡ്രസ്സ് മാറ്റി, എന്നിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കുക. ഫുഡ് എടുത്ത് വെക്കട്ടെ, സമയം 9 മണി കഴിഞ്ഞു. എനിക്ക് ഫുഡ് വേണ്ട, നീ പോയി കഴിച്ചോ. അതെന്താ, ഇന്ന് നിങ്ങൾ മുഴുവൻ പട്ടിണി എടുക്കാൻ തീരുമാനിച്ചോ? ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നപ്പോ എന്താ ചെയ്തേ? 2 വായ കൊത്തിപ്പറുകി കഴിച്ചിട്ട് ബാക്കി മുഴുവൻ അവിടെ വെച്ചിട്ട് പോയി. അത് ഞാൻ കളഞ്ഞതാ. വൈകുന്നേരം ചായ കുടിക്കാൻ വിളിച്ചിട്ടും വന്നില്ല. ഇത് ഇപ്പോഴും വേണ്ടെന്ന് പറഞ്ഞാല്? അല്ല, ഞാൻ കുറെ നേരമായിട്ട് ചോദിക്കാന്ന് വിചാരിച്ചതാ. നിങ്ങൾ എന്തേ ആലോചിച്ചോണ്ടിരിക്കണേ? എടാ, നമ്മൾ ഫാമിന് വേണ്ടിട്ട് പറഞ്ഞു വെച്ച സ്ഥലല്ലേ, അത് ഈ ഒരാഴ്ചന്റെ ഉള്ളിൽ തന്നെ ഫുൾ പൈസയും കൊടുത്ത് രജിസ്റ്റർ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ പുള്ളി വേറെ ആൾക്ക് വിൽക്കുന്നത്. അതെന്താ അങ്ങനെ? നമ്മൾ 1.5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടതല്ലേ, വെറുതെ ഒന്നും അല്ലല്ലോ. പിന്നെന്താ 2 മാസം വെയിറ്റ് ചെയ്യാൻ എത്ര പാട്? നീ പറയുന്ന പോലെ നല്ല കാര്യങ്ങള് കച്ചവടക്കാരല്ലേ, അവരുടെ സൈഡ് മാത്രമല്ലേ ചിന്തിക്കുള്ളൂ. അയാൾ ഗൾഫിലേക്ക് പോകണം അത്രേ, ഒരു വിസയൊക്കെ ശരിയായിട്ട് 10-ാം തീയതി അയാൾ പോകാൻ നിൽക്കുകയാണ്. അപ്പൊ അയാളുടെ സ്ഥലം എല്ലാം വിട്ടിട്ട് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാ. 2-3 വേറെ പാർട്ടിയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ആഴ്ച തന്നെ ഫുൾ പൈസയും കൊടുത്ത് എല്ലാം റെഡിയാക്കാനാണ് പുള്ളി പറയുന്നത്. ഇതെന്താ വെള്ളരിക്ക പട്ടണോ? നമുക്ക് പൈസ ശരിയാക്കാനുള്ള ഒരു സാവകാശം വേണ്ടേ? ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ? കേസ് കൊടുക്കാൻ പറ്റില്ലേ? പിന്നെ കേസ് കൊടുക്കാൻ എടി നമുക്ക് അതിനുള്ള സമയമൊക്കെ ഉണ്ടോ? നമ്മൾ 1.5 ലക്ഷം രൂപയാണ് അഡ്വാൻസ് കൊടുത്തത്. ഇനിയിപ്പോ കേസിന്റെ കുറവ് പോയിട്ട് ചിലപ്പോൾ 3-4 ലക്ഷം രൂപ അതിന് കൊടുക്കേണ്ടി വരും ഈ 1.5 ലക്ഷം തിരിച്ചു കിട്ടാൻ. അവരൊക്കെ ബിസിനസ്സുകാരാണ്. കയ്യിൽ ആകെ ഉണ്ടായിരുന്ന പൈസ 1.5 ലക്ഷം രൂപ. ഞാൻ നിങ്ങളോട് പറഞ്ഞതാ പോലെ FD ഇടാന്ന്. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? FD ഒക്കെ നമുക്ക് പിന്നെ ഇടാം, പിന്നെ പൈസ ഉണ്ടാക്കിയിട്ടൊക്കെ ചെയ്യാം, ഇപ്പൊ ഇത് ചെയ്യട്ടെ എന്ന്. 10-15 വർഷമായി അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. ഇവിടെ എന്തെങ്കിലും തുടങ്ങിയിട്ട് സെറ്റിൽ ആകാന്ന് വിചാരിച്ചാൽ എനിക്ക് തോന്നില്ല ഈ ജന്മം നടക്കുന്നു. എല്ലാരും നന്മയ്ക്ക് വേണ്ടി ചെയ്തല്ലേ. ഞാൻ അറിഞ്ഞു ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ചതി പറ്റുന്നു. ഇപ്പൊ 15 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം നമ്മുടെ കൈ കിട്ടും. പക്ഷെ 15 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കുന്ന ആലോചിച്ചിട്ടാണ് ഞാൻ ആ 1.5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. ഇത് കൊടുത്തില്ലെങ്കിൽ ആ പൈസ നമുക്ക് അങ്ങോട്ട് നഷ്ടപ്പെടും.
അവർക്കറിയാം 1 ലക്ഷം രൂപ ഉണ്ടാക്കിയ കഷ്ടപ്പാട്. ഓരോ മാസം കിട്ടുന്ന പൈസ കുറച്ച് മാറ്റി വെച്ചിട്ടാണ് ഈ പൈസ നമ്മൾ ഉണ്ടാക്കി വെച്ചത്. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ലടാ. ആകെ കയ്യിലുള്ള 3-4 പവന്റെ സ്വർണ്ണ, അത് വിറ്റിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടാനാ? 2-3 ലക്ഷം കിട്ടും. പിന്നെ എന്റെ ഭാഗം കിട്ടിയ സ്ഥലം വിൽക്കാന്ന് പറഞ്ഞാല് അതാണെങ്കിൽ 5 സെന്റല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂട്ട്. സെന്റിന് 70 കിട്ടിയ അത്ര തന്നെ. പിന്നെ ഈ വീടിന്റെ ആധാരം പണയം വെച്ച് 2 ലക്ഷം എടുക്കാന്നല്ലേ നിങ്ങൾ പറഞ്ഞു. പക്ഷെ ഇതിനൊക്കെ നമുക്ക് സമയം വേണ്ടേ? ഞാനിപ്പോ ആലോചിച്ചിട്ട് ഒറ്റ വഴിയുള്ളൂ. നീ നിന്റെ ആങ്ങളിന്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ വാങ്ങും, പിന്നെ ബാക്കി ഒരു 5 ലക്ഷം രൂപ അല്ലേ, അത് നമുക്ക് എങ്ങനെയും ഉണ്ടാക്കിയിട്ട് ആ സ്ഥലം വാങ്ങാം. പിന്നെ അവന്റെ 10 ലക്ഷം രൂപ നമുക്ക് ഒരു 2 മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാം. അവനാകുമ്പോ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. നല്ല ആള്, ചോദിക്കുമ്പോഴത്തേക്ക് എടുത്തങ്ങോട്ട് തരും. എനിക്ക് ആ ഭാഗം കിട്ടിയ 5 സെന്റ് സ്ഥലം തന്നെ എങ്ങനെയൊക്കെ കിട്ടിയെന്ന് ഏട്ടന് നന്നായിട്ട് അറിയുന്നതല്ലേ. അത് തരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കളി കളിച്ചെന്നറിയും. പിന്നെ അച്ഛനും അമ്മയൊക്കെ അത്രയും സ്ട്രോങ് ആയി ഇടപെടുന്നത് മാത്രമാണ് ഇപ്പൊ ആ സ്ഥലം എന്റെ പേരിൽ ഇരിക്കുന്നത്. പിന്നെ ഇപ്പോഴുള്ള ലോകിയും പറച്ചിലൊക്കെ നമ്മളൊന്നും അങ്ങോട്ട് ചോദിക്കില്ല, നമ്മുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള വിശ്വാസത്തില. ഇനി അതുകൂടെ ഇല്ലാണ്ടാക്കാനാ? എന്നാ പിന്നെ അത് പോട്ടെ, വേറെ ഇപ്പൊ എന്ത് ചെയ്യാനാ? നമുക്ക് നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പുറനാട് കിടന്ന് കഷ്ടപ്പെടാം. എന്തേലൊക്കെ ഒന്ന് സ്വന്തം നാട് ചെയ്തിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാ ഇതിപ്പോ ഇങ്ങനെയായി. മോൻ എങ്ങോട്ടെങ്കിലും പോകാണ്ടെന്ന്? ഇല്ലമ്മേ, എവിടേക്കും പോകാനില്ല. എന്നാ നമുക്ക് അമ്മാവനെ ഒന്ന് കാണാൻ പോയാലോ? നീ വന്നിട്ട് ഇത്ര ദിവസമായില്ലേ, എന്തായാലും വന്നത് അമ്മാവൻ അറിഞ്ഞിട്ടുണ്ട്. പോയിട്ട് എന്തെങ്കിലും ചെലവിനൊരു പൈസയും കൊടുത്ത് വന്നാലേ അവർക്ക് സന്തോഷമാവും. ആ, ഞാൻ എപ്പോഴെങ്കിലാണ് നാട്ടിലേക്ക് വരുന്നത്. അപ്പൊ എല്ലാവർക്കും പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അമ്മ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ? ഞാൻ ഇങ്ങനെ കോടിക്കണക്കിന് പൈസ കയ്യിൽ വെച്ച് നടക്കാന്ന്. എന്നാ സാരമില്ല, നീ പൈസ കൊടുക്കണ്ട. പ്രായമുള്ള ആൾക്കാരല്ലടാ, ഒന്നുപോയി കണ്ടിട്ട് വരാലോ. പൈസ എന്റെ ഉണ്ട്, ഞാൻ കൊടുത്തോളാം. അത് നീ എന്തെങ്കിലും ദേഷ്യപ്പെടുന്നത്? എങ്ങനെ ദേഷ്യപ്പെടാണ്ടിരിക്കാൻ പറ്റും? 10-15 വർഷമായി പുറത്തിങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്നു. ഇതിപ്പോഴല്ലേ വീട്, ഇതിന് 3-4 ലക്ഷം രൂപ കടമുണ്ട്. എങ്ങനെയും എന്തൊക്കെയൊക്കെ ചെയ്തിട്ട് ഒരു ഫാം ഇവിടെ തുടങ്ങണം. ഒരു 5-6 വർഷത്തിൽ നാട്ടിൽ വന്നിട്ട് കുട്ടികളും കുടുംബമായിട്ട് സെറ്റിൽ ആവണമെന്ന് വിചാരിച്ചാ അതും നടക്കുന്നില്ല. ആ കൂടെ 15 ലക്ഷം രൂപ മതി, അതുപോലെ എൻ്റെ എടുക്കാനില്ല. ഇത്രയും കാലം കഷ്ടപ്പെട്ടത് മിച്ചം. ഈ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും കാരണം സേവിങ്സ് ഉണ്ടാക്കാനും പോലും പറ്റിയിട്ടില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ജീവിതകാലം മുഴുവൻ അവിടെ തന്നെ കിടന്ന് കഷ്ടപ്പെടാം. എന്താ പ്രശ്നം? ഏയ് അതൊന്നുമില്ലടാ, വേറൊരു കാര്യം സംസാരിച്ച. അതൊന്നും അല്ല മോളെ, അവന് നാട്ടിൽ കുറച്ച് സ്ഥലം വാങ്ങണമെന്നോ ഫാം തുടങ്ങണമെന്നൊക്കെ പറയുകയാണ്. എന്നപ്പോ നാട്ടിൽ തന്നെ നിൽക്കാലോ. അതിനുള്ള പൈസ ഇല്ല അപ്പൊ അവന്റെ കയ്യില്. ഏട്ടന് എത്ര രൂപ വേണ്ടേ? എടി അതൊക്കെ കുറെ പൈസ വരും, അത് ഞാൻ ഒഴിവാക്കി. വെറുതെ എന്തിനാ നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റാതെ പുറകെ പോയിട്ട്. എന്നാലും പറയും എത്രയാന്ന്. എടി ഇത് 15 ലക്ഷം രൂപ വരും. എങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ഇപ്പൊ അത് പറ്റില്ല. ഈ 15 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണോ ഏട്ടൻ ഇത്രയും വിഷമിച്ചിരിക്കുന്നത്? എന്റെ കല്യാണത്തിന് വേണ്ടി തന്നെ ഏട്ടൻ എത്ര ചെലവാക്കി. അതിനുശേഷം എനിക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഭംഗിയായി നടത്തി തന്നില്ലേ. ഇപ്പൊ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നില്ലേ. ഇതുവരെ അമ്മേനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ടോ? ഇത് ഒരുപാട് വർഷമായില്ലേ അന്യനാട്ടിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ഏട്ടൻ നാട്ടിൽ വന്ന് സെറ്റിൽ ആണെന്ന് ഞാനും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ നാട്ടിൽ വരുമ്പോ 1-2 ദിവസം വന്ന് എനിക്ക് നിൽക്കാൻ പറ്റും. ഞാൻ ഏട്ടനോട് പറഞ്ഞില്ലേ മിഥുനേട്ടൻ ഒരു കട തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്ന്. കടത്തിലൊന്നല്ല അത് വാങ്ങിയത്, മുഴുവൻ പൈസയും കൊടുത്തിട്ടാ. ഒരു 3-4 വർഷത്തേക്ക് ഞങ്ങൾക്ക് അവിടെ കട തുടങ്ങാൻ പ്ലാനൊന്നുമില്ല. പിന്നെ റോഡ് സൈഡ് അത് കിടക്കുന്നത്. അതിന്റെ ആധാരം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും 15 ലക്ഷം രൂപ സുഖമായിട്ട് കിട്ടും. ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. ഏട്ടൻ 2-3 വർഷത്തിനുള്ളിൽ തിരിച്ചു തന്നാൽ മതി. എന്തായാലും നിനക്ക് ഈ സമയത്ത് ഇത് പറയാൻ തോന്നിയല്ലോ, അതന്നെ വലിയ കാര്യം. ആ സ്ഥലം എന്തായാലും നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചല്ലേ, അതെന്തായാലും അവിടെ തന്നെ ഇരുന്നോട്ടെ. അതെന്തായാലും വേണ്ട. നല്ല കാര്യം. ഏട്ടൻ ഇവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ ഞങ്ങൾ ആ സ്ഥലവും കൈവച്ചിരിക്കാനാ. പിന്നെ എനിക്ക് സമാധാനം ഉണ്ടാവും. ആദ്യം ഏട്ടന്റെ ആവശ്യങ്ങൾ നടക്കട്ടെ. ശ്രുതി, നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടില്ലേ? നീ ഇവിടെ വന്ന അപ്പം മുതൽ പലതും പറഞ്ഞ് ഞാൻ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷമം വന്നപ്പോ നിനക്ക് എങ്ങനെ മോളെ സഹായിക്കാന്നൊക്കെ പറയാനുള്ള ഒരു മനസ്സുണ്ടായത്? എന്റെ ഏട്ടനൊരു ആവശ്യം വരുമ്പോ ഞാൻ തന്നെയല്ലേ കൂടെ നിൽക്കേണ്ടത്. അതിനത് അത്ര വലിയ സഹായമൊന്നും അല്ല. ഏട്ടൻ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോ ഇതൊരു വളരെ ചെറിയ കാര്യമാണ്.
ഒരു പെങ്ങളെന്ന നിലയ്ക്ക് ഇതെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റണ്ടേ? ഞാൻ വിചാരിച്ചത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആങ്ങളമാരും പെങ്ങന്മാരും ഒക്കെ അവരവരെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് സ്വാർത്ഥരാകുന്ന അങ്ങനെയുള്ള ബന്ധങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്കൊരു ബ്രദറുണ്ട്, പിന്നെ ഒരു ചേച്ചിയും. ചേച്ചിന്റെ കല്യാണം ആദ്യം കഴിഞ്ഞു. അവളെ കല്യാണത്തിന് വേണ്ടിയിട്ട് കുറേ സ്വർണവും അതിനുശേഷം അവളെ പ്രസവവും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഏട്ടനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടുകാർ. അമ്മയാണെങ്കിൽ അതിനൊക്കെ കൂട്ടും. പിന്നെ ഏടത്തിയമ്മ വന്നപ്പോഴത്തേക്കും ഏട്ടന് 5 പൈസ കയ്യിൽ എടുക്കാനില്ലാത്ത അവസ്ഥയായി. ആകെ കഷ്ടപ്പാടും. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട ഏട്ടൻ ഇപ്പോഴത്തെ നിലയിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഏടത്തിയമ്മയ്ക്ക് ഇപ്പൊ ഞാൻ പോകുന്ന പോലും പേടിയാ. ഞാനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയെടുക്കാൻ പോവാന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നിന്റെ ഏട്ടൻ എനിക്ക് ഇതുവരെ ആരുടെ മുമ്പിലും കൈ നീട്ടാനുള്ള അവസ്ഥയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നീ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്ന പോലെ എന്റെ വീട്ടിലൊന്നും ഒരു ദിവസം പോലും എനിക്ക് സമാധാനത്തോടെ നിൽക്കാൻ പറ്റില്ല. നിന്നാൽ തന്നെ ഏട്ടന്റെ ഏടത്തിയമ്മന്റെ ഒക്കെ മുഖം കാണേണ്ടി വരും. പക്ഷെ നീ ഇവിടെ വന്നപ്പോ നീയും നിന്റെ ഏട്ടനോട് ഓരോന്ന് ചോദിക്കാൻ വന്നാന്ന് വിചാരിച്ചിട്ട് എന്നോട് ക്ഷമിക്കുമ്പോൾ. ചേച്ചി, ഈ ആങ്ങളമാർക്ക് പെങ്ങന്മാരോടും പെങ്ങന്മാർക്ക് ആങ്ങളമാരോടുള്ള സ്നേഹമൊന്നും എത്ര ലക്ഷം രൂപ കൊടുത്താലും വാങ്ങാൻ കിട്ടില്ല. അതൊക്കെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാവേണ്ടതാ. അങ്ങനെയുള്ള ആങ്ങളെ കിട്ടാൻ തന്നെ ഭാഗ്യം ചെയ്യണം. ഈ ലോകത്ത് നമ്മളെ സ്നേഹിക്കാൻ എത്ര പേരുണ്ടെങ്കിലും അതൊന്നും ഒരു ആങ്ങളിന്റെ സ്നേഹത്തിന് പകരമാകില്ല. നമ്മളെ സ്നേഹിക്കാനും പെങ്ങളേന്ന് വിളിക്കാനും ഒരു ആങ്ങളുള്ളതിന്റെ സുഖം ഉണ്ടല്ലോ, അതൊന്നും വേറെയാണ്. ഇപ്പൊ ഞാനും ഇതിനായിട്ടും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴേ ഞാൻ പറയും എൻ്റെ ആങ്ങളിനോട് പറയുന്നത്. അത് പറയുമ്പോ എന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ധൈര്യം, ആത്മവിശ്വാസമൊക്കെ ഉണ്ടല്ലോ, അതിന്റെ മുമ്പിൽ ഈ 15 ലക്ഷം ഒന്നും അല്ല. ചേച്ചി പറഞ്ഞില്ലേ ഞാന് സ്വർണം വാങ്ങാനും ആങ്ങളേനെ പറ്റിക്കാനായിട്ട് വരാണ്. എൻ്റെ ഏട്ടൻ്റെ ഒപ്പം ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കാനോ ആ ഒരു സ്നേഹം അറിയാനൊക്കെ വേണ്ടിയാണ് ഞാനിങ്ങോട്ട് ഓടിപ്പാഞ്ഞു വരുന്നത്.